നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് നിന്ന് മലയാളി ക്രിക്കറ്റ് പ്രേമികളെയും സഞ്ജു ആരാധകരെയും ഒരേപോലെ ആവേശത്തിലാഴ്ത്തുന്ന മറ്റൊരു വമ്പൻ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ്. 2020 ക്യാപ്റ്റൻസി വിവാദങ്ങൾക്ക് പിന്നാലെ ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ സഞ്ജു സാംസണെ ഇന്ത്യൻ ഏകദിന ടീമിന്റെ ഭാഗമാക്കാൻ സെലക്ടർമാരോട് ശക്തമായി ആവശ്യപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2020 മാത്രമല്ല, ഏകദിന ഫോർമാറ്റിലും സഞ്ജു സാംസൺ എന്ന പ്രതിഭയെ ഇന്ത്യ കൃത്യമായി ഉപയോഗിക്കണമെന്ന നിലപാടിലാണ് ഗൗതം ഗംഭീർ. ഇതിനായി സഞ്ജു ഇതുവരെ ഏകദിനത്തിൽ കാഴ്ചവെച്ച അമ്പരപ്പിക്കുന്ന റെക്കോർഡുകളും സ്ഥിരതയാർന്ന പ്രകടനങ്ങളുമാണ് ഗംഭീർ സെലക്ഷൻ കമ്മിറ്റിക്ക് മുന്നിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഭാവിയിലെ വലിയ ICC ടൂർണമെന്റുകൾ മുന്നിൽ കണ്ട് ഇന്ത്യയുടെ മധ്യനിരയിൽ ഒരു അഗ്രസീവ് വിക്കറ്റ് കീപ്പർ ബാറ്ററായി സഞ്ജുവിനെ സ്ഥിരമായി നിലനിർത്തണമെന്നാണ് കോച്ചിന്റെ ആവശ്യം. ലഭിച്ച വിലപ്പെട്ട അവസരങ്ങളിൽ പോലും സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും നേടി തന്റെ ക്ലാസ് തെളിയിച്ച സഞ്ജു സാംസൺ എന്തുകൊണ്ട് ഏകദിന ടീമിൽ ഒരു സ്ഥിര സാന്നിധ്യമാകുന്നില്ല എന്ന ചോദ്യം കാലങ്ങളായി ആരാധകർ ചോദിക്കുന്നതാണ്. ഇപ്പോൾ അതിനൊരു പരിഹാരം കാണാൻ സാക്ഷാൽ ഗൗതം ഗംഭീർ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു. എന്താണ് ഗംഭീറിന്റെ ഈ പുതിയ നീക്കത്തിന് പിന്നിൽ? സഞ്ജുവിന്റെ ODI റെക്കോർഡുകൾ എത്രത്തോളം മികച്ചതാണ്? ഋഷഭ് പന്ത്, KL രാഹുൽ എന്നിവർ ഭരിക്കുന്ന ഇന്ത്യയുടെ ഏകദിന മധ്യനിരയിലേക്ക് സഞ്ജുവിന് കടന്നു വരാൻ സാധിക്കുമോ? സ്പോർട്സ് പിച്ചിന്റെ ഈ പ്രത്യേക വിശകലനത്തിൽ നമുക്ക് വിശദമായി പരിശോധിക്കാം. ക്രിക്കറ്റ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് വരാനിരിക്കുന്ന ഏകദിന പരമ്പരകൾക്കുള്ള ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് ഗൗതം ഗംഭീർ സഞ്ജു സാംസന്റെ പേര് ശക്തമായി മുന്നോട്ട് വെച്ചത്. വെറുമൊരു ബാക്കപ്പ് കളിക്കാരനായി ടീമിൽ എടുത്തുമാറ്റുക എന്നതിനപ്പുറം ടീമിന്റെ കോർ ഗ്രൂപ്പിന്റെ ഭാഗമായി സഞ്ജുവിനെ മാറ്റണമെന്നാണ് ഗംഭീറിന്റെ താല്പര്യം. ഗംഭീറിന്റെ പ്രധാന വാദം ഇതാണ്: സഞ്ജു സാംസൺ 2020 ചിലപ്പോഴൊക്കെ റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടാകാം. എന്നാൽ ഏകദിന ക്രിക്കറ്റിൽ സഞ്ജു കളിച്ച മത്സരങ്ങളിലെല്ലാം അസാധാരണമായ സ്ഥിരതയാണ് പുലർത്തിയിട്ടുള്ളത്. ഇന്നിംഗ്സ് പടുത്തുയർത്താനും അതേസമയം തന്നെ അവസാന ഓവറുകളിൽ തകർത്തടിക്കാനും സഞ്ജുവിന് പ്രത്യേക കഴിവുണ്ട്. ശ്രീലങ്കയ്ക്കെതിരെയോ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയോ സഞ്ജു നേടിയ ഇന്നിംഗ്സുകൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. കനത്ത സമ്മർദ്ദമുള്ള ഘട്ടങ്ങളിൽ ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കാണാതെ സെലക്ടർമാർ സഞ്ജുവിനെ ഏകദിന ടീമിൽ നിന്ന് മാറ്റി നിർത്തുന്നത് നീതിയല്ലെന്ന് ഗംഭീർ വിശ്വസിക്കുന്നു. ഭാരതീയ ക്രിക്കറ്റിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ മധ്യനിരയിൽ സഞ്ജുവിനെ പോലൊരു എക്സ് ഫാക്ടർ ആവശ്യമാണെന്ന് ഗംഭീർ സെലക്ഷൻ കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തിയതായാണ് സൂചന. നമുക്ക് സഞ്ജുവിന്റെ ODI കരിയറിലെ കണക്കുകളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. കാരണം ക്രിക്കറ്റിൽ കണക്കുകൾ ഒരിക്കലും കള്ളം പറയില്ല. പലരും വിചാരിച്ചിരിക്കുന്നത് സഞ്ജു 2020 മാത്രമേ തിളങ്ങിയിട്ടുള്ളൂ എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം നേരെ വിപരീതമാണ്. സഞ്ജുവിന്റെ ഏറ്റവും മികച്ച ഫോർമാറ്റ് ഏകദിന ക്രിക്കറ്റാണ്. സ്റ്റാറ്റിസ്റ്റിക്സ്: സഞ്ജു സാംസൺ മത്സരങ്ങൾ 16, റൺസ് 510, ശരാശരി 56.66, സ്ട്രൈക്ക് റേറ്റ് 99.60, ഉയർന്ന സ്കോർ 108. ഇനി നിങ്ങൾ പറയൂ, ഏകദിന ക്രിക്കറ്റിൽ 56 മുകളിൽ ആവറേജും 99-നടുത്ത് സ്ട്രൈക്ക് റേറ്റുമുള്ള മറ്റൊരു താരം നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിലുണ്ടോ? ലോക ക്രിക്കറ്റിൽ തന്നെ മധ്യനിരയിൽ ഇത്രയും മികച്ച റെക്കോർഡുള്ള താരങ്ങൾ വിരളമാണ്. പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ അവിടുത്തെ പേസിനെയും ബൗൺസിനെയും അതിജീവിച്ച് സഞ്ജു നേടിയ ആ മനോഹരമായ സെഞ്ചുറി അദ്ദേഹത്തിന്റെ ടെക്നിക്കിന്റെയും ക്ലാസിന്റെയും തെളിവാണ്. ടോപ്പ് ഓർഡർ തകർന്നപ്പോൾ ക്രീസിലെത്തി അനായാസമായി സിംഗിളുകൾ എടുത്തും മോശം പന്തുകളെ അതിർത്തി കടത്തിയും സഞ്ജു കളിച്ച ആ ഇന്നിംഗ്സ് ഒരു കംപ്ലീറ്റ് ODI ഇന്നിംഗ്സ് ആയിരുന്നു. ഇത്രയും മികച്ച റെക്കോർഡുകൾ ഉണ്ടായിട്ടും സഞ്ജുവിനെ എന്തിനാണ് ഏകദിന ടീമിൽ നിന്ന് സ്ഥിരമായി മാറ്റി നിർത്തുന്നത് എന്ന ഗൗതം ഗംഭീറിന്റെ ചോദ്യം തികച്ചും ന്യായമാണ്. ഇന്ത്യൻ ഏകദിന ടീമിന്റെ നിലവിലെ മധ്യനിര പരിശോധിച്ചാൽ KL രാഹുൽ, ഋഷഭ് പന്ത്, ശ്രേയസ് അയ്യർ തുടങ്ങിയ വമ്പൻ താരങ്ങളെ നമുക്ക് കാണാം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഗംഭീർ സഞ്ജുവിനായി വാദിക്കുന്നത്? അതിന് വ്യക്തമായ തന്ത്രപരമായ കാരണങ്ങളുണ്ട്. സ്പിന്നിനെ നേരിടാനുള്ള അസാധാരണ മികവ്. മധ്യ ഓവറുകളിൽ സ്പിന്നർമാരെ നേരിടുക എന്നത് ഏകദിനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ സ്പിന്നർമാരെ ഏറ്റവും നന്നായി ക്രീസിന് പുറത്തിറങ്ങി
സിക്സറുകൾ അടിക്കാൻ കെൽപ്പുള്ള താരം സഞ്ജു സാംസൺ ആണ്. മിഡൽ ഓവറുകളിലെ റൺ റേറ്റ് കുറയാതെ നോക്കാൻ സഞ്ജുവിന് സാധിക്കും. പേസിനെതിരെയും ബൗൺസിനെതിരെയും മികച്ച ടെക്നിക്. സഞ്ജുവിന്റെ ബാറ്റിംഗ് ശൈലി പേസ് ബൗളർമാർക്കെതിരെ വളരെ ഫലപ്രദമാണ്. പുൾ ഷോട്ടുകളും ടൈമിംഗ് ഷോട്ടുകളും കളിക്കുന്ന സഞ്ജുവിന് വിദേശ മണ്ണിലെ വേഗതയേറിയ പിച്ചുകളിൽ തിളങ്ങാൻ കൂടുതൽ സാധിക്കും. ഫ്ലെക്സിബിലിറ്റി. സഞ്ജുവിനെ നമ്പർ 4-ലോ 5-ലോ 6-ലോ എവിടെ വേണമെങ്കിലും കളിപ്പിക്കാം. ഒരു ഫിനിഷറുടെ റോളിലും അതേസമയം തന്നെ നേരത്തെ വിക്കറ്റുകൾ പോയാൽ ഇന്നിംഗ്സ് ആങ്കർ ചെയ്യേണ്ട റോളിലും സഞ്ജുവിന് തിളങ്ങാനാകും. വിക്കറ്റ് കീപ്പിംഗ് മികവ്. വിക്കറ്റിന് പിന്നിൽ സഞ്ജു കാട്ടുന്ന ചടുലതയും മികച്ച ക്യാച്ചുകളും ടീമിന് വലിയ ബോണസാണ്. പാർട്ട് ടൈം കീപ്പർ എന്നതിനപ്പുറം ഒരു ഫുൾ ടൈം സ്പെഷ്യലിസ്റ്റ് കീപ്പറുടെ മികവ് സഞ്ജുവിനുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടാണ് KL രാഹുലിനും പന്തിനുമൊപ്പം തത്തുല്യനായ അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബാക്കപ്പായി സഞ്ജു ടീമിൽ ഉണ്ടാകണമെന്ന് ഗംഭീർ നിർബന്ധം പിടിക്കുന്നത്. എന്നാൽ കാര്യങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമാകില്ല. സഞ്ജു ഏകദിന ടീമിലേക്ക് സ്ഥിരമായി വരണമെങ്കിൽ വലിയ മത്സരങ്ങളെ അതിജീവിക്കേണ്ടതുണ്ട്. നിലവിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ഇന്ത്യൻ ടീമിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഋഷഭ് പന്ത് ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി തുടരുന്നു. ടെസ്റ്റിലും ഏകദിനത്തിലും പന്തിനുള്ള പിന്തുണ BCCIയിൽ വളരെ കൂടുതലാണ്. മറ്റൊരു വശത്ത് സീനിയർ താരം KL രാഹുൽ ഏകദിനത്തിൽ 5-ാം നമ്പറിൽ വളരെ മികച്ച പ്രകടനമാണ് കഴിഞ്ഞ കുറച്ചുകാലമായി പുറത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പന്തിനെയോ രാഹുലിനെയോ മാറ്റി നിർത്തി സഞ്ജുവിന് പ്ലേയിങ് 11-ൽ സ്ഥാനം നൽകുക എന്നത് സെലക്ടർമാർക്ക് തലവേദനയുണ്ടാക്കുന്ന കാര്യമാണ്. ഇവിടെയാണ് ചീഫ് സെലക്ടർ അജിത് അഗാർക്കറുടെ നിലപാട് വീണ്ടും നിർണായകമാകുന്നത്. 2020-ൽ സഞ്ജുവിനെ ക്യാപ്റ്റനാക്കുന്നതിനെ എതിർത്ത അഗാർക്കർ ഏകദിന ടീമിലേക്ക് സഞ്ജുവിനെ സ്ഥിരമായി ഉൾപ്പെടുത്തുന്നതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് കണ്ടറിയണം. ഗില്ലിനും പന്തിനും നൽകുന്നതുപോലെയുള്ള ഒരു ലോങ് റൺ അല്ലെങ്കിൽ തുടർച്ചയായ അവസരങ്ങൾ സഞ്ജുവിന് നൽകാൻ സെലക്ഷൻ കമ്മിറ്റി തയ്യാറാകുമോ എന്നതാണ് പ്രധാന ചോദ്യം. എന്നാൽ ഇത്തവണ ഗൗതം ഗംഭീർ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നാൽ സെലക്ടർമാർക്ക് വഴങ്ങേണ്ടി വരുമെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. അവസരം ലഭിച്ചാൽ കളി ജയിപ്പിച്ചു തരാൻ തനിക്ക് കഴിയുമെന്ന് പലവട്ടം തെളിയിച്ച താരമാണ് സഞ്ജു. ഓരോ തവണ ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോഴും ആഭ്യന്തര ക്രിക്കറ്റിലും IPLലും റൺസ് അടിച്ചുകൂട്ടി സഞ്ജു തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു മലയാളി താരം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഈ വൻ രാഷ്ട്രീയ മതിൽക്കെട്ടുകളെ തകർത്ത് മുന്നോട്ടു പോകുന്നത് കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. ഗൗതം ഗംഭീർ എന്ന പരിശീലകന്റെ വരവ് സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് തന്നെയാണ്. കാരണം സഞ്ജുവിലെ പ്രതിഭയെ കൃത്യമായി മനസ്സിലാക്കിയ ചുരുക്കം ചിലരിൽ ഒരാളാണ് ഗംഭീർ. കോച്ചിന്റെ ഈ ശക്തമായ പിന്തുണയോടെ വരാനിരിക്കുന്ന ഏകദിന പരമ്പരകളിൽ സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നും വെറുമൊരു ബാക്കപ്പ് താരം എന്നതിലുപരി ടീമിന്റെ അവിഭാജ്യ ഘടകമായി സഞ്ജു മാറുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ഗൗതം ഗംഭീറിന്റെ ഈ പുതിയ നീക്കം സഞ്ജു സാംസണിന്റെ ഏകദിന കരിയറിന് പുതിയൊരു ജീവൻ നൽകുമോ? ഋഷഭ് പന്തിനെയും KL രാഹുലിനെയും മറികടന്ന് സഞ്ജുവിന് ടീമിൽ സ്ഥിര സാന്നിധ്യമാകാൻ കഴിയുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സഞ്ജുവിനെ ഏകദിന ടീമിൽ ഉൾപ്പെടുത്തണമെന്ന ഗംഭീറിന്റെ തീരുമാനം ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇത്തരം ചൂടേറിയ വാർത്തകളും കൃത്യമായ വിശകലനങ്ങളും ഒട്ടും വൈകാതെ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു കിടിലൻ അപ്ഡേറ്റുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.